അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം പെട്ടെന്ന് തീരും എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ അല്പം ആശ്വസിച്ചതാണ്. എന്ന് മാത്രമല്ല, എണ്ണവില $115 നിന്ന് പെട്ടെന്ന് താഴോട്ട് പോരുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഇവിടെ രാവിലെ ആയപ്പോഴേക്കും കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ്. കാരണം ഇറാൻ അതിന് പറഞ്ഞ മറുപടി, യുദ്ധം തീരണമോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. ആ ട്രംപിന് വലിയ നാണക്കേടായി. ഉടനെ ട്രംപ് വാക്ക് മാറ്റാൻ ട്രംപിന് വളരെ എളുപ്പമാണ്. യുദ്ധം തുടരും എന്നാണ്. എന്ന് മാത്രമല്ല, ഇറാൻ ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ പരമോന്നത നേതാവ് വന്നിരിക്കുന്നു. അദ്ദേഹം ആയത്തുള്ള അലി ഖമനയുടെ മകനാണ് മുജ്തബ. എന്ന് മാത്രമല്ല, മുജ്തബ ഒരുപക്ഷെ നേരത്തെയുള്ള പരമോന്നത നേതാവിനേക്കാൾ, പിതാവിനേക്കാൾ കൂടുതൽ യാഥാസ്ഥികനും തീവ്ര നിലപാടുകാരനുമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ അമേരിക്കയുമായി കോംപ്രമൈസ് ഇല്ല എന്നുള്ളതാണ്. ഇനി അമേരിക്ക, ഇറാനും ഇസ്രായേലും ആക്രമണം തുടർന്നാൽ തങ്ങൾ 1 ലിറ്റർ എണ്ണ പോലും ഹോർമൂസ് കടലിലൂടെ കടക്കാൻ അനുവദിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വല്ലാത്തൊരു ഭീഷണിയാണ്. അതിന് മറുപടിയായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ നാവികസേനയുടെ അകമ്പടിയോടെ കപ്പലുകൾ കൊണ്ടുപോകും. പക്ഷേ ഇറാൻ്റെ നാവിക ശക്തി ശക്തമാണ്. അവർ തീർച്ചയായിട്ടും ആക്രമിക്കും. യമനിലെ ഹൂതികൾക്ക് ആക്രമിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ ആക്രമിക്കുമെന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഹോർമോസ് കടലെടുക്കുക മേഖലയും സംഘർഷഭരിതമായി തീരുകയാണ്. അതിനിടയിലാണ് ട്രംപ് പറഞ്ഞ്, ഇനി നിങ്ങൾ ഹോർമോസ് അടയ്ക്കുകയും തീവ്ര നിലപാടെടുക്കുകയും ചെയ്താൽ ഞങ്ങൾ 20 ഇരട്ടി ശക്തിയോടെ ആക്രമിക്കുമെന്നാണ്. ട്രംപ് ഒന്നും മാറാൻ നോക്കിയത് ഈ സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ തന്നെയാണ്. അമേരിക്കയ്ക്ക് പറ്റിയൊരു വലിയ ബ്ലണ്ടറും ഏറെക്കാലം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമായിരിക്കും. അവിടെ IRGCയുടെ നാവൽ കേന്ദ്രമുണ്ട്. അതിന് നേരെ തൊടുത്ത ടോമഹോക്കാണ് വന്ന് സ്കൂളിൽ വീണത്. അതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. അമേരിക്കയിൽ തന്നെ അത് വലിയ വിവാദമായി തീരും. അമേരിക്കൻ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിനെ കാണേണ്ടി വരും. ഇതിനിടയ്ക്ക് ട്രംപിന് മേലുള്ള ഏറ്റവും വലിയ സമ്മർദ്ദം എസ്കയാൻ സൗദി അറേബ്യ, UAE, അതുപോലെ തന്നെ കുവൈറ്റ്, ഖത്തർ, ഒമാൻ തുടങ്ങി അറബ് രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ മേൽ വൻ സമ്മർദ്ദമാണ് ഇടുന്നത്. യുദ്ധം അവസാനിപ്പിക്കണം. കാരണം അവരുടെ മേൽ, അവരുടെ ബേസുകളിലേക്ക്, US ബേസിനെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിലും അവരുടെ രാജ്യത്ത്, ബഹ്റിൻ അടക്കമുള്ള രാജ്യങ്ങളിൽ വന്നു വീഴുന്നത് ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളുമാണ്. ഇപ്പോൾ ടർക്കിയെ കൂടി കയറി ആക്രമിക്കാൻ ശ്രമിച്ചു. അവിടെ നാറ്റോയുടെ ഇൻ്റർസെപ്റ്റർ വെച്ച് അത് തകർത്ത് കളഞ്ഞു. ഇവിടെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കുന്നത് ഇസ്രായേലിനും പ്രശ്നമാണ്. ഇസ്രായേലിൻ്റെ അയൺ ഡോമുകളെ ഭേദിച്ച് ക്ലസ്റ്റർ ബോംബുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാൻ വിടുന്നു. അതൊക്കെ പലതും ലക്ഷ്യസ്ഥാനങ്ങൾ കാണുന്നു. ഹിസ്ബുള്ളയും ആക്രമിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ പ്രതീക്ഷിക്കാത്തൊരു ആക്രമണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്.